നമ്മളിവിടെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന കോഴികൾക്ക് വേനൽക്കാലത്ത് കൊടുക്കാൻ പറ്റിയൊരു നാച്ചുറൽ കോഴിത്തീറ്റ എങ്ങനെ ഉണ്ടാക്കാമെന്നും അതുവഴി നമ്മൾ സാധാരണ കൊടുക്കുന്ന കോഴിത്തീറ്റയുടെ ചിലവ് എങ്ങനെ കുറയ്ക്കാമെന്നുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ഈ തീറ്റ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു വാഴയാണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ വെട്ടി വെച്ചിരുന്ന ഒരു വാഴയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. നമുക്ക് കട്ട് ചെയ്യാൻ പാകത്തിന് ആക്കാൻ വേണ്ടി ആദ്യം ഇലയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കണം. ഇനി വാഴപ്പിണ്ടി നമുക്കൊരു തടി കഷ്ണത്തിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ പച്ചക്കറിയൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ നോക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്ക് പിന്നെ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മളിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എത്ര നൈസാക്കാൻ പറ്റുമോ അത്ര നൈസാക്കിയിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. അത് കോഴിക്ക് തിന്നാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. നമ്മൾ വലിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോഴിക്ക് തിന്നാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ നോക്കണം. ഓക്കെ, ഏകദേശം നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കോഴിക്കൊന്ന് കൊടുത്തു നോക്കാം. നമ്മൾ ഈ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ
ബെറ്ററായിട്ടുള്ളത് പാത്രത്തിലിട്ട് കൊടുക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തറയിൽ വെറുതെ വിതറിയിട്ട് കൊടുത്താൽ അത് ശരിക്കും തിന്നില്ല, പിന്നെ അത് ചകഞ്ഞൊക്കെ ആയിട്ട് കളയും. അപ്പോൾ നമ്മൾ പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ശരിക്കും തിന്നോളും. ഓക്കെ, നമ്മുടെ കോഴിത്തീറ്റ കോഴികളെല്ലാം നല്ലോണം തിന്നുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചേമ്പിൻ്റെ തണ്ടൊക്കെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ വാഴപ്പിണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ചേമ്പിൻ്റെ തണ്ട്, കപ്പളത്തിൻ്റെ തണ്ട്, ഇല അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കാം. നമ്മൾ സാധാരണ കൊടുക്കുന്ന തീറ്റയുടെ ചിലവ് അതുവഴി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.